ആണവായുധം ഉപേക്ഷിക്കില്ല, നിലപാട് ആവർത്തിച്ച് ഇറാൻ. ഭീഷണിപ്പെടുത്തിയും യുദ്ധം ചെയ്യുമെന്ന് ഭയപ്പെടുത്തിയും ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണെന്നും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും കൃത്യമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയും അറിയാത്തത് കൊണ്ടാണ് മണ്ടത്തരമായിരിക്കുന്ന ഇത്തരം നിലപാടുകളും അഭിപ്രായങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നും ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാൻ ചാനൽ നൽകിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞു. ആണവായുധമില്ലാത്ത രാജ്യങ്ങളാണോ ആണവായുധം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്? സ്വയം ചിന്തിച്ച് നോക്കണം എന്നുള്ളതാണ് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളിലൊന്നായ അമേരിക്കയാണ് മറ്റുള്ള രാജ്യത്തോട് ആണവായുധം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ സഖ്യകക്ഷിയായിരിക്കുന്ന ഇസ്രായേലിൻ്റെ അകത്ത് ആണവായുധമുണ്ട് എന്ന് ലോകാടിസ്ഥാനത്തിൽ തെളിയപ്പെട്ടതും അവരത് സമ്മതിച്ചതുമാണ്. പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഫലസ്തീനിൽ പോലും ഗസക്കകത്ത് ആണവായുധം പ്രയോഗിക്കണം എന്ന് പറഞ്ഞ രാജ്യമാണ്. ആ രാജ്യം ആ നിലപാട് പറയുന്ന സമയത്ത് മൗനം പാലിക്കുന്നവർ, രാജ്യത്തിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ആണവായുധം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാത്തവരും, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസി പോലും ആണവായുധം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നല്ലാതെ ആണവായുധം ഉണ്ട് എന്ന് പറയുക പോലും ചെയ്തിട്ടില്ല. അവരോട് ആണവായുധം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് കാടത്തരവും വെട്ടിത്തവുമാണ്. തങ്ങളത് അംഗീകരിക്കില്ല. ആണവായുധ ശക്തി നേടുക എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. എല്ലാ രാജ്യവും ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, ആണവായുധം ഉണ്ടാക്കുന്നു. ഇറാന് മാത്രം പാടില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ട്രംപ് മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്നിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പരിമിതമായിരിക്കുന്ന ആക്രമണം ഇറാന് നേരെ നടത്തുമെന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പരിമിതമെന്നോ രൂക്ഷമെന്നോ ലളിതമെന്നോ പ്രയോഗമില്ല. രാജ്യത്തിൻ്റെ അകത്ത് കയറി ഒരു ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ സൈനികരും സംവിധാനങ്ങളും അതിന് തയ്യാറായി നിൽക്കുന്നു. ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർവ്വ മേഖലയിലും തങ്ങൾ നാശമുണ്ടാക്കുക തന്നെ ചെയ്യും. മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധഭൂമികയായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. തങ്ങളെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സർവ്വ മേഖലയും തങ്ങൾ അടക്കുന്നതും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന യുദ്ധക്കപ്പലുകളെ നശിപ്പിക്കുന്നതുമാണ്. ഒരു തീഗോളമാക്കി മാറ്റാൻ മാത്രം ശക്തിയും ബലവുമുള്ള ആയുധശേഷി തങ്ങൾക്കുണ്ട്. ഷെയ്ത്താൻ മിസൈൽ, സാത്താൻ 3 എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതുപോലും തങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു. ഇനി നോക്കി നിൽക്കുകയില്ല. ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഗൂഢാലോചന പോലും അമേരിക്ക നടത്തുന്നുണ്ട്. തങ്ങളുടെ പരമോന്നത നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയും അവരുടെ മകനെയും കൊലപ്പെടുത്താൻ പോലും തങ്ങൾ മടിക്കില്ലെന്ന് പറഞ്ഞത് ധിക്കാരപരമായിരിക്കുന്ന നടപടിയാണ്. ഇതൊന്നും ഞങ്ങൾ കേട്ടു നിൽക്കുകയില്ല, തിരിച്ചടി ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പരമോന്നത അധ്യക്ഷനെ വധിക്കുമെന്ന് മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി ഉറക്കെ വിളിച്ചു പറയുന്ന സമയത്ത് മൗനം പാലിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ ഇറാൻ്റെ പേരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തങ്ങൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ കപ്പലിന് നേരെ മാത്രമായിരിക്കില്ല. ഇസ്രായേലിനും ഈ അമേരിക്കയുടെ ബേസുകൾ, സൈനിക ബേസ് പ്രവർത്തിക്കുന്ന സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. അതൊരു ആവർത്തന പരമ്പരമായിട്ട് തന്നെ നിലനിൽക്കും. ഒരു വിശ്രമമില്ലാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. സർവ്വ സൈനിക സംവിധാനങ്ങളും തയ്യാറെടുത്ത് നടത്തിയിരിക്കുന്നു. ഇനി ആഹ്വാനം ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ആഹ്വാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ മെഡിറ്ററേനിയൻ കടലിലൊക്കെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിലെ സൈന്യാധിപർ എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് ഇറാനിലുള്ളത്. ഞങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെല്ലാം വളരെ പെട്ടെന്ന് നടക്കും. അതിനൊന്നും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊന്നും നടക്കാത്ത കാര്യമാണ്. ഞങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച്, പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും ഇറാൻ്റെ ചരിത്രത്തെക്കുറിച്ചും രാഷ്ട്രീയപരമായിരിക്കുന്ന ഇറാൻ്റെ നിലപാടിനെക്കുറിച്ചും അറിയാത്തവർ മാത്രമേ അങ്ങനെ സംസാരിക്കൂ എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുന്നു. 12 ദിവസത്തെ യുദ്ധം നടന്നിട്ട് എന്തായി എന്നൊരു ചോദ്യം പ്രസക്തമായ രീതിയിൽ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഈ സംസാരത്തിനിടയിൽ തന്നെ മസൂദ് പെഷഷ്ക്യാൻ പറയുകയാണ്. നിങ്ങൾ കീഴടക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും.
ലബനാൻ പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ രാജ്യങ്ങൾ പോലെയോ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ തിരിച്ചടി കൊടുത്തു. ആ തിരിച്ചടിയിൽ ഇപ്പോഴും അവർ ഉയർത്തെഴുന്നേറ്റില്ല. അവർക്കുണ്ടായിരിക്കുന്ന നാശത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചുമുള്ള കൃത്യമായിരിക്കുന്ന വിവരം പോലും പുറത്തു വരാൻ അവർ പേടിക്കുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളത് കണ്ടെത്തുകയും ഞങ്ങളത് ലോകത്തോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇറാനെ കീഴ്പ്പെടുത്തുക, ഭരണ സംവിധാനം അട്ടിമറിക്കുക, പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരിക, ഇതൊക്കെ ദിവാസ്വപ്നങ്ങൾ മാത്രമാണ്. അമേരിക്ക എല്ലാം നേടി എന്ന് കരുതണ്ട. അമേരിക്കക്ക് നഷ്ടമാണ് ഇനി വരാൻ പോകുന്ന കാലത്തുണ്ടാകുന്നത്. അതിൻ്റെ ആരംഭവും ഉദ്ഘാടനവും ഇറാൻ നിർവഹിക്കും. ഒരു ആക്രമണം മാത്രമാണ് അമേരിക്ക ഇറാന് നേരെ നടത്തിയത്. അത് ഉദൈദയിൽ പ്രവർത്തിക്കുന്ന ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ആയിരിക്കുന്ന ഉദൈദ കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്തി. അതിൻ്റെ മാരകമായിരിക്കുന്ന മുറിവ് ഇപ്പോഴും അമേരിക്കക്ക് ഉണങ്ങിയിട്ടില്ല. അവർ ആദ്യം അത് സംഭവിച്ചിട്ടില്ലെങ്കിലും സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അത് ഒന്ന് മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ആവർത്തനങ്ങൾ ഉണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൻ്റെ കപ്പൽ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ തകർക്കുന്നതാണ്. ഒറ്റ ഭാഗം തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കപ്പൽ നിലനിൽക്കാൻ പറ്റില്ല. അത് കടലിൽ മുങ്ങിപ്പോകുക സ്വാഭാവികമാണ്. കടലിൻ്റെ മധ്യേ നടുക്കെ പുലർത്തുന്ന പിശാചിൻ്റെ മിസൈൽ പോലും ഞങ്ങളുടെ കൈവശത്തിൽ തയ്യാറായിരിക്കുന്നു. നിങ്ങളൊന്ന് ഉത്തരവ് കൊടുക്കുകയും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുകയും ചെയ്യുക മാത്രം ചെയ്താൽ മതി. ബാക്കി ശേഷിക്കുന്ന തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളത് ചെയ്തോളും. അതിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ സൈനിക സംവിധാനങ്ങളോ യുദ്ധക്കപ്പലുകളോ കവചിത വാഹനങ്ങളോ അതിൻ്റെ പറക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന പൈലറ്റുമാർ പോലും സുരക്ഷിതമല്ല എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ അമേരിക്കക്ക് നൽകുകയാണ്. ഇത്രയ്ക്ക് കണിശവും കഠിനവുമായിരിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ അമേരിക്കയോട് ഇങ്ങനെ ഇത്ര അധികം വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു രാജ്യവും മറ്റൊന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് ഇറാൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായിരിക്കുന്ന വിവരണം നൽകുന്നതിൽ അമേരിക്കയുടെ ഇൻ്റലിജൻസ് പോലും പരാജയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മൊസാദ് സംഘം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അവിടെ നിന്ന് പരമാവധി മൊസാദ് സംഘത്തെ പിടികൂടപ്പെടുകയും അവരോട് ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും ഇറാന് സാധിച്ചു എന്നൊരു പ്രത്യേകത. 30-ലധികം ആളുകളെ പ്രക്ഷോഭത്തിന് ശേഷം ഈ ഇറാനിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതും 100-ലധികം ആളുകൾ വധശിക്ഷയ്ക്ക് വിധേയമാകാൻ നിയമ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. ഇത് ഇറാനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്ന ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യം അവരുടെ ഒരു രഹസ്യ സംവിധാനം എന്ന് പറയുന്നത് തന്നെ മൊസാദിനോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിലും ആ ഏജൻറ്റ് സുരക്ഷിതനാണെന്നും അവർക്ക് ഏത് രീതിയിലുള്ള സഹായം ലോകാടിസ്ഥാനത്തിൽ നൽകാൻ തയ്യാറാണ് എന്നുമുള്ളതാണ് മൊസാദിൻ്റെ മുദ്രാവാക്യം തന്നെ. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പിടികൂടപ്പെടുന്ന ഒരു മൊസാദ് ഏജൻറ്റിന് പോലും സുരക്ഷിതത്വം ഇല്ല എന്ന് മാത്രമല്ല അവർ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേലും അമേരിക്കയും പറയുന്നത് പ്രക്ഷോഭകാരികളെ മോചിപ്പിക്കണം എന്നുള്ളത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭകാരികൾ നല്ലൊരു ശതമാനം 1000-ലധികം പ്രക്ഷോഭകാരികൾ ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാരാണ്. അവർക്ക് സുരക്ഷിതമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വന്നാൽ ലോകാടിസ്ഥാനത്തിൽ അത് മൊസാദിനെ ബാധിക്കും. കാര്യം സുരക്ഷിതമില്ലാത്ത ഒരു സംവിധാനത്തോടൊപ്പം നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവഭയമുണ്ട് എന്നതിനാൽ പേടിപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. ഇത്തരം ഒരു വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും എത്തിയിരിക്കുന്നു.